ഇന്ന് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും തൊടാത്തൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് ആവശ്യമായ ചിക്കൻ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ സവാള ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാത്രം അടുപ്പിലേക്ക് എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കടുക് ഇടണം, പിന്നെ കറിവേപ്പില ഇടണം. അതിനകത്തോട്ട് ഇഞ്ചിയും ഉള്ളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും എല്ലാം കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് ഇളക്കിയിരിക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്നത് വരെ ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി നിർത്തിക്കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ബ്രൗൺ കളറിലേക്ക് മാറട്ടെ, അതുവരെ ഇങ്ങനെ ഇളക്കാം. ബ്രൗൺ കളറിലേക്ക് ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടി ഇടാൻ തുടങ്ങാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് മല്ലിപ്പൊടി ഇടുക, ഇനി കുറച്ച് മുളക് പൊടി ഇടുക. പൊടിക്കൊന്നും അളവില്ല, ഓരോരുത്തർക്കുള്ള പാകത്തിനാണ് പൊടി ഇടുന്നത്. അതിലേക്ക് കുറച്ചുകൂടെ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാതിരിക്കുകയാണെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇട്ട് അത് കുറച്ച് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടെടുക്കുക. പിടിക്കാതെ ചിക്കൻ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. വഴറ്റിയ ഉള്ളിയും മസാലയും അരപ്പെല്ലാം കൂടെ ചേർത്ത് എല്ലാം ചിക്കനകത്ത് പരളത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഇളക്കിയിരിക്കണം. നല്ലതുപോലെ ഇളക്കിയില്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ ഉപ്പാണെങ്കിൽ ചിക്കൻ പുരട്ടി വെച്ചപ്പോഴേ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് തത്തിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെക്കണം. അത് ഇതുപോലെ ഇങ്ങനെ തത്തിപ്പൊത്തി വെച്ച് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് പാത്രം തുറന്ന് നോക്കുമ്പോൾ കറിയിൽ ഇതുപോലെ ചാറായി കിടക്കും. ആവിയിലിരുന്ന് വെന്ത് ചാറുണ്ടായി. ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ വയ്ക്കുന്ന കറി ഇങ്ങനെ ഇളക്കിയിരിക്കണം. ആവി അടിച്ച് വേണം ഇതിനകത്ത് ചാറുണ്ടാകാൻ. ഉള്ളിയെല്ലാം വെന്ത് അതിനകത്ത് അരിഞ്ഞ് ചേർന്ന് ചാറുണ്ടാകും. അപ്പോൾ അതിന് പ്രത്യേക രുചി. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാൻ കൂടെ ഇളക്കി കൊടുക്കും. അതിനാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും തത്തിപ്പൊത്തി വയ്ക്കുന്നത്. വീണ്ടും അത് ഒന്നുകൂടെ അടച്ച് വയ്ക്കുന്നു. വീണ്ടും തുറന്നു. ഇപ്പം കണ്ടോ, ഇഷ്ടംപോലെ വെള്ളമായത് കണ്ടോ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചതല്ല, ആവശ്യത്തിനുള്ള ചാറായി കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുന്നു. ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടി ഇട്ട് ഇളക്കുന്നു. ഉപ്പ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പാകത്തിനാണ് ഉപ്പ് ഇട്ടേക്കുന്നത്. ഉപ്പ് ഇനി വീണ്ടും നോക്കുന്നത്. അങ്ങനെ കറി റെഡിയായി. ഇനി നമുക്ക് കറി ചോറിലേക്ക് വിളമ്പി വെച്ച് രുചിയോടെ കഴിക്കാം.